നമ്മളിൽ പലർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ശീലമുണ്ടല്ലോ. എന്താണോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് തന്നെ അധികം ചിന്തിക്കുന്നത്. ചിന്തിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിരിക്കട്ടെ, സാമൂഹികമായിരിക്കട്ടെ, വീട്ടിൽ നടന്ന ചെറിയൊരു സംഭവമായിരിക്കട്ടെ, അതിനെപ്പറ്റി മണിക്കൂറുകളോളം മനസ്സിൽ ചിന്തിച്ചു മറിക്കുംല്ലേ. ഒരിക്കൽ ഈ ശീലം പതിഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. നിങ്ങളൊരു ഓവർ തിങ്കർ ആണെങ്കിൽ സാധാരണയായി ലളിതമായ ബന്ധങ്ങളിൽ പോലും നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. എക്സാമ്പിളിന്, നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, പ്രണയ പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിരിക്കാം. അവരുടെ ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും, ഓരോ നിശബ്ദതയും പോലും നിങ്ങൾ അനാവശ്യമായി വിശകലനം ചെയ്യും. അവനിങ്ങനെ പറഞ്ഞതെന്തുകൊണ്ട്? അവളങ്ങനെ നോക്കിയതെന്തിനാണ്? ഇന്നവനിങ്ങനെ പെരുമാറിയതെന്തായിരിക്കും കാരണം? ഇതൊക്കെ നമ്മുടെ ഓവർ തിങ്കിങ് മാത്രമാണ്. ഓവർ തിങ്കിങ് നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ തരികയുള്ളൂ. നമ്മൾ അതിരുകടന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ചു മാത്രമേ പ്രവർത്തിക്കൂ. കുറച്ച് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായി നമ്മൾക്ക് കിട്ടുന്ന ഫലങ്ങളും കുറയും. ഇതിനെ ഒരു മനോഹരമായ വാക്കിൽ പറയാം: അനാലിസിസ് പരാലിസിസ്. അതിർത്തി വിട്ടുള്ള വിശകലനം നമ്മുടെ തീരുമാനശേഷിയെ തന്നെ മുടക്കും. പുസ്തകം തുറന്നു മുന്നിൽ വെച്ചിരിക്കും, പക്ഷേ മനസ്സ് മറ്റെവിടെയോ. ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, തലവേദന, മസിൽ ടെൻഷൻ, ചിലർക്ക് മൈഗ്രെയിൻ വരെ വരാം. എന്നാൽ നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതെന്തുകൊണ്ട്? മനുഷ്യന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ ചിന്താശേഷിയാണ്. നമ്മൾ ഏറ്റവും വേഗത്തിലോടുന്ന ജീവിയല്ല. പറക്കാൻ കഴിയില്ല. ശക്തമായ നഖങ്ങളുമില്ല. പക്ഷേ നമ്മൾക്ക് ചിന്തിക്കാം. അതുതന്നെയാണ് നമ്മെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ചിന്തയിൽ കൂടുതലായി ആശ്രയിക്കുന്നത്. അതോടൊപ്പം പലർക്കും പെർഫെക്ഷനിസമുണ്ട്. എല്ലാം പൂർണ്ണമായി വേണം എന്ന ആഗ്രഹം. കഴിഞ്ഞ കാലത്തെ നെഗറ്റീവ് അനുഭവങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം, ഇതെല്ലാം കൂടി ഓവർ തിങ്കിങ്ങിനെ വളർത്തുന്നു. അതിലേറെ അപകടകരമായ ഒരു കാര്യമുണ്ട്. ഓവർ തിങ്കിങ് നമ്മൾക്കൊരു തെറ്റായ വിശ്വാസം നൽകുന്നു. നമ്മൾ കൂടുതൽ ചിന്തിച്ചാൽ നമുക്ക് സാഹചര്യങ്ങളെ നിയന്ത്രിക്കാം. പക്ഷേ സത്യമെന്താണെന്നറിയാമോ? അധികം ചിന്തിക്കുന്നത് പരിസ്ഥിതിയെ നിയന്ത്രിക്കില്ല, പക്ഷേ നമ്മളെ തന്നെ നിയന്ത്രണാതീതരാക്കും. ഓവർ തിങ്കിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണോ? അല്ല. ക്രിട്ടിക്കൽ തിങ്കിങ് മനുഷ്യനാകാൻ അനിവാര്യമാണ്. പക്ഷേ ഓവർ തിങ്കിങ് അതിന്റെ അതിരുവിടലാണ്. നിങ്ങൾ അതിരുകടന്ന് ചിന്തിച്ചാൽ നിങ്ങൾ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറാൻ തുടങ്ങും. പലരും ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു കാരണത്താലാണ്: ഒന്നും ചെയ്യാതിരിക്കാൻ. ചിന്തയെ ഒരു എസ്കേപ്പ് റൂട്ടാക്കി മാറ്റുന്നു. ഇത് ചെയ്താൽ എന്താകും? അത് ചെയ്താൽ അപകടമല്ലേ എന്തൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ തടയും. ഓവർ തിങ്കിങ് എങ്ങനെ കുറയ്ക്കാം? എല്ലാവർക്കും ഒരേ മാർഗമില്ല. ചിലർക്ക് മൈൻഡ്ഫുൾനെസ്, ധ്യാനം സഹായിക്കും. ചിലർക്ക് ഒരു ലളിതമായ ട്രിക്ക് മതി. ഒരു തീരുമാനത്തിന് സമയപരിധി നിശ്ചയിക്കുക. 5 മിനിറ്റ്, 10 മിനിറ്റ്. ഇതിനെക്കുറിച്ച് ഇത്ര സമയം മാത്രം ഞാൻ ചിന്തിക്കും എന്ന് തീരുമാനിക്കുക. നിങ്ങളോട് നിങ്ങൾ തന്നെ ചോദിക്കുക: ഇത്ര സമയം ചിന്തിച്ചിട്ട് എനിക്കെന്ത് നേട്ടം കിട്ടി? അവസാനമായി, ഓവർ തിങ്കിങ് ഒരു ശീലമാണ്. സ്വയം സ്നേഹിക്കുക. തെറ്റുകൾ വരും, പക്ഷെ അതിന് സ്വയം ശിക്ഷിക്കേണ്ടതില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് അനിവാര്യമാണ്. ഓവർ തിങ്കിങ് അപകടകരമാണ്. ചിന്തിക്കൂ, പക്ഷേ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് അഖീല.